തീർച്ചയായിട്ടും CPIM-ന് മാത്രമല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാകെ വലിയൊരു നഷ്ടമാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഈ വിയോഗം. ഇന്ന് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ഈ രാജ്യത്തെയും അതിൻ്റെ ജനങ്ങളെയും അതിൻ്റെ ഭരണഘടനയെ തന്നെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരായുള്ള ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ് രാജ്യത്തിന് ഇടതുപക്ഷത്തിന് ഒക്കെ നഷ്ടമായിരിക്കുന്നത്. അത് വലിയൊരു നഷ്ടം. CPIM-ലെ ഓരോ സഖാക്കളോടുമൊപ്പം അവരുടെ കുടുംബങ്ങളോടൊപ്പം അതോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ ഓരോ സഖാക്കളോടുമൊപ്പം ആ ദുഃഖത്തിൽ ഞാനും ആ ദുഃഖം എനിക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ ഇത് വലിയ നഷ്ടം. അതിന് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്താണ് പറയേണ്ടത്, ഒരു പാർട്ടി മാത്രം വിചാരിച്ചാൽ പരാജയപ്പെടുത്താൻ പറ്റാത്ത ശക്തിയാണ് നമുക്ക് മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സംയുക്തമായി, അത് രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല മറ്റ് പുരോഗമനപരമായ സംഘടനകളെ കൂടി ചേർത്തുകൊണ്ടുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിന് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയ ഒരു ഇടതുപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. ഇപ്പം കേന്ദ്രത്തിൽ പ്രതിപക്ഷം ഒരു സംയുക്ത നീക്കമായിരുന്നു. ഈ പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെയൊക്കെ നീക്കങ്ങൾക്ക് യെച്ചൂരിയുടെ ഒരു നിർണായകമായ റോളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ശൂന്യത ഇനി അങ്ങനെ അത്തരത്തിലുള്ള നീക്കങ്ങൾക്കൊരു തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു ഇന്നത്തെ കാലഘട്ടം നമുക്ക് മുന്നിൽ വെക്കുന്ന വെല്ലുവിളിയെ എങ്ങനെ നേരിടുമെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അത്തരം പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ, അത്തരം പോരാട്ടങ്ങളോട് മുൻനിരയിൽ നിൽക്കുന്നതിന് എപ്പോഴും അദ്ദേഹം മുൻനിരയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിനെ മറികടക്കേണ്ടതുണ്ട്. പക്ഷേ അത് വലിയ നഷ്ടം, ഈ പോരാട്ടങ്ങൾക്കെല്ലാം ഒരു വലിയ നഷ്ടം എന്ന് തന്നെയാണ്.